നമ്മുടെ കുഞ്ഞു വാവകൾക്ക് ആദ്യത്തെ പല്ല് മുളച്ചു വരുന്ന കാഴ്ച എത്ര മനോഹരമാണല്ലേ. എന്നാൽ അവ കൊഴിഞ്ഞു പോകുന്നത് വരെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? പെർമനന്റ് ഡെന്റിഷനെ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടവയാണ് പാൽപ്പല്ലുകൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിൽക്ക് ടൂത്ത് ഓർ ഡെസിഡസ് ടൂത്തിനെ കുറിച്ചാണ്. സോ വെൽക്കം ടു ഡെന്റലോപീഡിയ. പാൽപ്പല്ലുകൾ 20 എണ്ണമാണ് ഉള്ളത്. കുഞ്ഞുവായിൽ ഇൻസൈസസ്, കാനൈൻസ് ആൻഡ് മോളാർസ്, ഇങ്ങനെ ഇവ 3 ടൈപ്പ് പല്ലുകളാണ് വായിൽ കാണുക. പ്രിമോളാർ, അതായത് മുതിർന്നവരിൽ കാണുന്ന പ്രിമോളാർ കുഞ്ഞുവായിൽ കാണാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് 6 മാസം മുതലാണ് പാൽപ്പല്ലുകൾ സാധാരണ വന്നു തുടങ്ങുക. ചില കുഞ്ഞുങ്ങൾക്ക് 6 മാസത്തിന് മുമ്പേ വരാം, ചിലർക്ക് ഒരുപാട് ഡിലേ ആയിട്ടും വരാം. അപ്പോൾ എന്തായാലും 3 വയസ്സിനുള്ളിൽ വായിൽ 20 പല്ലും വന്നിരിക്കും. പിന്നെ നമ്മൾ മറ്റൊരു കേസസ് ആണ്, അതായത് നേറ്റൽ ആൻഡ് ന്യൂനേറ്റൽ ടീത്ത് എന്ന് പറയുന്നത്. അതായത് കുഞ്ഞു പിള്ളേരിൽ ചിലരിൽ ജനിച്ച ഉടനെ വായിൽ പല്ല് കാണാറുണ്ട്. അപ്പോൾ അതിനെ നേറ്റൽ ടീത്ത് എന്ന് പറയാം. ജനിച്ച 1 മാസത്തിനുള്ളിൽ വായിൽ പല്ല് വന്നു കഴിഞ്ഞാൽ അവയെ ന്യൂനേറ്റൽ ടീത്ത് എന്ന് പറയാം. അപ്പോൾ ഈ നേറ്റൽ ആൻഡ് ന്യൂനേറ്റൽ ടീത്ത് എടുത്തു കളയേണ്ട ആവശ്യമുണ്ടോ? ഈ നേറ്റൽ ആൻഡ് ന്യൂനേറ്റൽ ടീത്ത് എന്ന് പറയുന്നത് അത്ര വെൽ ഡെവലപ്ഡ് ആയിരിക്കില്ല. ഒരു ചെറിയൊരു സ്ട്രക്ചറായിട്ടായിരിക്കും പുറത്തേക്ക് വരിക. അത് താഴത്തെ മുണയിലാണ് കൂടുതലും കണ്ടുവരിക. അതിൽ ഇതിൻ്റെ വേര് അത്ര വെൽ ഡെവലപ്ഡ് അല്ല. അപ്പോൾ പല്ല് സാധാരണ മൊബൈലായിരിക്കും, അതായത് അനക്കം തട്ടിയ പല്ലുകളായിരിക്കും ഇവ. പിന്നെ ഇവ വായിൽ നിൽക്കുന്നതുകൊണ്ട് സക്ക് ചെയ്യുമ്പോൾ അമ്മമാർക്കും ബുദ്ധിമുട്ടുണ്ടാവും. കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ ഈ ഒക്ലൂഷൻ വരുമ്പം, അതായത് 2 മോണ തമ്മിൽ കൂട്ടിക്കടിക്കുമ്പം ഓപ്പോസിറ്റ് മോണയിൽ അൾസേഴ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ നേറ്റൽ ആൻഡ് ന്യൂനേറ്റൽ ടൂത്ത് എടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത്, കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ. പിന്നെ കുഞ്ഞുങ്ങൾ ഇത് അത്ര മൊബൈലായിരിക്കുന്നതുകൊണ്ട് എല്ലാം മൊബൈൽ ആവണമെന്നില്ല. മൊബൈലായ പല്ലുകൾ ആസ്പിറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതായത് കുഞ്ഞുങ്ങൾ അറിയാതെ അത് വായിൽ ഉള്ളിൽ പോകാൻ ചാൻസ് ഉണ്ട്, അത് ഇളകി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പല്ലെടുത്ത് മാറ്റുന്നതാണ് നല്ലത്. നേറ്റൽ ആൻഡ് ന്യൂനേറ്റൽ ടൂത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. നമ്മൾ എപ്പോഴാണ് കുഞ്ഞുങ്ങളിൽ ഓറൽ കെയർ കൊടുത്തു തുടങ്ങേണ്ടത്? പല്ല് വന്നതിന് ശേഷമാണോ? അതല്ല, പല്ല് വരുന്നതിന് ഒരുപാട് മുന്നേ തൊട്ട് തന്നെ ഓറൽ കെയർ സ്റ്റാർട്ട് ചെയ്യണം. അതായത് കുഞ്ഞുങ്ങൾ ഇപ്പം പാല് കുടിച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മന്ത്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താലും മതിയാവും. പാല് കുടിച്ച് കഴിയുമ്പോൾ നല്ലോണം മോണ വൈപ്പ് ചെയ്തെടുക്കണം. അത് നനഞ്ഞ ഒരു കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ചോ മോണ നല്ലോണം വൈപ്പ് ചെയ്തെടുക്കുക. ഇത് കാലത്തും വൈകിട്ടും ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ രാത്രിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കിടന്നുകൊണ്ട് ഫീഡ് ചെയ്യാതെ, അതായത് കുഞ്ഞുങ്ങൾക്ക് ഒരു 4 മന്ത്സ് ഒക്കെ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചാണ് നമ്മൾ ഫീഡിങ് ചെയ്യുക. ഈ 2 മണിക്കൂർ ഇടവിട്ട് അപ്പോഴേ ചെയ്യേണ്ട കാര്യമില്ല. ഒരു 3 to 4 hours ഇൻ്റർവെല്ലിൽ കൊടുത്താലും മതിയാവും. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അത് കിടന്നുകൊണ്ട് കണ്ടിന്യൂസ് നൈറ്റ് ഫീഡിങ് ചെയ്യാതെ ഇങ്ങനെ ഒരു ഇൻ്റർവെൽ എടുത്ത് കൊടുത്താൽ മതി. കൊടുത്തു കഴിയുമ്പോൾ നല്ലോണം വൈപ്പ് ചെയ്ത് എടുക്കുക. അത് പതിയെ ചെയ്താലും മതി. അപ്പോൾ ഈ വൈപ്പിംഗ് പ്രൊസീജിയർ നമ്മൾ ആദ്യത്തെ പല്ല് വന്നു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് വായിൽ മൊത്തം 20 പല്ലും വന്നതിന് ശേഷം നമുക്ക് ബ്രഷിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബ്രഷിങ് ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സാധാരണ ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ടൂത്ത് ബ്രഷ് അല്ലാണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇൻഫൻറ്റ് ടൂത്ത് ബ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വാങ്ങാൻ കിട്ടും. അത് നമ്മുടെ ഫിംഗറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രഷാണ്. അത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൽ ഇട്ടിട്ട് കുഞ്ഞിൻ്റെ വായിൽ നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം ഫിംഗറിൽ ഇടാൻ പറ്റുന്ന സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷാണ് ഈ ഇൻഫൻറ്റ് ടൂത്ത് ബ്രഷ്. അപ്പോൾ അത് നമുക്ക് കൊച്ചു വാവകൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന ഒരു ടൈം എത്തണമല്ലോ ടൂത്ത് ബ്രഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കൈകൊണ്ട് ഇത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതിൽ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം സാധാരണ വെള്ളം യൂസ് ചെയ്ത് നല്ലോണം ബ്രഷ് ചെയ്ത് ഇങ്ങെടുത്താൽ മതിയാവും. ഇപ്പം ടൂത്ത് പേസ്റ്റ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തുപ്പാൻ പറഞ്ഞാൽ അത് മനസ്സിലാവുന്ന ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ടൂത്ത് പേസ്റ്റും കൂടെ യൂസ് ചെയ്യാം. അപ്പം അത് ഫ്ലൂറിഡേറ്റ് ടൂത്ത് പേസ്റ്റ് വേണോ നോൺ ഫ്ലൂറിഡേറ്റ് ടൂത്ത് പേസ്റ്റ് വേണോ എന്നൊക്കെ ഒരു ഡെൻറ്റിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാം. അതിൻ്റെ കാരണങ്ങൾ എന്ന് വെച്ചാൽ ചില ഏരിയയിൽ ഇപ്പം ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കൂടുതലുള്ള വെള്ളം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരിൽ കുഞ്ഞു പിള്ളേരിൽ ഫ്ലൂറിഡേറ്റ് ടൂത്ത് പേസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക ടൂത്ത് പേസ്റ്റും
ഫ്ലൂറിഡേറ്റഡ് ആണ്. അത് 1000 ppm ഫ്ലൂറൈഡ് അതിൽ അടങ്ങിയിട്ടുണ്ട്. പിള്ളേരിൽ നമ്മൾ ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും 500 ppmൻ്റെ ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ ഈ പല്ല് വരുന്നതിന് മുന്നേ തൊട്ട് വായ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കാര്യം. പല്ല് മുളയ്ക്കുന്നതിന് മുമ്പായി കുഞ്ഞുങ്ങളിൽ മോണതടിപ്പ്, പിന്നെ തുപ്പലൊലിപ്പിക്കൽ, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, പിന്നെ വയറിന് പ്രശ്നങ്ങൾ, വയറുവേദന, വയറിളക്കം തുടങ്ങിയവ കണ്ടുവരാറുണ്ട്. അപ്പം ഇവയൊക്കെ പല്ല് വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന സിംറ്റംസാണ്. പിന്നെ ഈ സമയത്ത് അധികമായിട്ട് കളിപ്പാട്ടങ്ങളും കൈവിരലുകളും ഒക്കെ കുടിക്കുന്നതും പതിവാണ്. പാൽപ്പല്ലുകൾ കേടുവരാതെ സംരക്ഷിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ദന്തശുചിത്വം ഉറപ്പുവരുത്തുക എന്നതാണ്. ഇതിനായി 2 നേരം ബ്രഷിംഗ് ഹാബിറ്റ് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. പിന്നെ നമുക്ക് 3 വയസ്സിൽ എല്ലാ പല്ലും വന്നതിന് ശേഷം പിറ്റ് ആൻഡ് ഫിഷർ സീലൻ്റ് ആപ്ലിക്കേഷൻ തുടങ്ങിയ ചികിത്സാ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഓരോ പല്ലും പറഞ്ഞു പോകുന്നതിന് സമയമുണ്ട്. പാൽപ്പല്ലുകൾ പറഞ്ഞു പോകാൻ സമയമുണ്ട്. അപ്പോൾ ആ സമയത്തിന് മുമ്പായിട്ട് ദന്തക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു പോകേണ്ട പല്ലല്ലേ എന്ന് കരുതി അവ പറിച്ചു മാറ്റാതിരിക്കുക. കാരണം ഇങ്ങനെ എടുത്തു മാറ്റിയാൽ പിന്നീട് വരുന്ന സ്ഥിരദന്തങ്ങൾ നിരതെറ്റി വരും എന്നതാണ് ആദ്യം വരുന്ന ഒരു പ്രശ്നം. അപ്പോൾ അതിന് കാരണം നമ്മൾ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകേണ്ട സമയത്തിന് മുമ്പായിട്ട് എടുത്തു മാറ്റി കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള പാൽപ്പല്ലുകൾ ആ സ്പേസിലേക്ക് നീങ്ങി വരികയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ട പെർമനൻ്റ് ടൂത്ത് നിൽക്കാനുള്ള സ്പേസ് കുറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ദന്തക്ഷയം സംഭവിച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ വേറെയുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതായത് ചെറിയ ദന്തക്ഷയമൊക്കെ ആണെങ്കിൽ നമ്മൾ അടച്ച് സൂക്ഷിക്കുക. ഇപ്പോൾ ഇച്ചിരി ആഴത്തിലുള്ളതാണെങ്കിൽ പൾപ്പക്ടമി പോലുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ്, പൾപ്പക്ടമി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല്ല് സംരക്ഷിച്ച് വെക്കുക. അപ്പോൾ പൾപ്പക്ടമി എന്ന് പറയുന്നത് റൂട്ട് കനാലിന് സമാനമായ ട്രീറ്റ്മെൻറ്റാണ്. പൾപ്പ് എക്സ്റ്റിർപ്പേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പോലുള്ള മെറ്റാപെക്സ് പോലുള്ള റൂട്ട് ഫില്ലിംഗ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഫില്ലിംഗ് ചെയ്തെടുക്കും. പുറമെ ഒരു പെർമനൻറ്റ് ഫില്ലിംഗ്, ഗ്ലാസ് ഐനോമർ ഫില്ലിംഗ് ഒക്കെ പുറമെ ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഇതിലും മൊത്തം, അതായത് പല്ല് ടൂത്ത് സ്ട്രക്ചർ ഒരുപാട് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പൾപ്പക്ടമി ചെയ്ത് വയ്ക്കാനുള്ള ടൂത്ത് സ്ട്രക്ചർ ഇല്ലയെന്നുണ്ടെങ്കിൽ പല്ലെടുത്ത് മാറ്റിയിട്ട് അവിടെ സ്പേസ് മെയിൻറ്റെയിനർ വെക്കണം. അതായത് തൊട്ടടുത്ത പല്ല് ആ സ്പേസിലേക്ക് നീങ്ങി വരാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇവയാണ് നമ്മൾ പല്ല് വന്നു കഴിഞ്ഞാൽ, പല്ലിൽ ദന്തക്ഷയം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. റിമൂവബിളും ഉണ്ട്, ഫിക്സ്ഡും ഉണ്ട്. പിന്നെ നമുക്ക് ആ നഷ്ടപ്പെട്ട പല്ലിൻ്റെ സ്പേസ് അനുസരിച്ച് പലതരത്തിൽ ഇവ ലഭ്യമാണ്. അപ്പം സ്പേസ് മെയിൻറ്റെയിനർ നമ്മൾ കുഞ്ഞു പിള്ളേരിൽ ഇതുപോലെ പല്ല് നേരത്തെ നഷ്ടപ്പെട്ടു പോയാൽ ആ സ്പേസ് അടഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് സ്പേസ് മെയിൻറ്റെയിനർ ഉറപ്പായിട്ടും ചെയ്ത് വെച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പെർമനൻറ്റ് ഡെൻറ്റിഷൻ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. പിന്നെ നമുക്ക് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നിരതെറ്റിയ പല്ലുകൾ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ മറ്റൊന്നാണ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. കുഞ്ഞുങ്ങളിലെ മുൻനിരകളിലെ പല്ലുകൾ ആദ്യം തന്നെ നഷ്ടമായാൽ, അതായത് ഇപ്പോൾ പറഞ്ഞു പോകേണ്ട സമയത്തിന് മുമ്പായി അത് എടുത്ത് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഉച്ചാരണത്തെയും സംസാര ശൈലിയെയും അത് ബാധിക്കുന്നു. പിന്നെ മറ്റൊന്നാണ് ദഹനക്കുറവ്. അതായത് നമുക്ക് പല്ലുകളില്ലാന്നുണ്ടെങ്കിൽ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പിന്നെ നല്ല വേദനയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി കാണിക്കും. അപ്പോൾ അങ്ങനെ അത് ന്യൂട്രീഷൻ കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കൂടുതലും കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകൾ മാക്സിമം നല്ലോണം ശ്രദ്ധ ചെലുത്തി കേടൊന്നും കൂടാതെ സംരക്ഷിച്ച് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മിക്സഡ് ഡെൻറ്റേഷൻ പീരിയഡ്. അതായത് കുഞ്ഞുങ്ങളിൽ 6 വയസ്സ് മുതൽ പെർമനൻറ്റ് പല്ല് വന്നു തുടങ്ങും. അത് താഴത്തെ മുൻനിരയിലുള്ള പല്ലുകളാണ് ആദ്യം പോയിട്ട് വരിക. അപ്പം കുഞ്ഞുങ്ങളുടെ വായിൽ ഈ പഴയ പല്ല്, മിൽക്ക് ടൂത്തും പെർമനൻറ്റ് ടൂത്തും ഒന്നിച്ച് കാണപ്പെടും. അപ്പം അതിനാണ് മിക്സഡ് ഡെൻറ്റേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ പല്ലിന് ശ്രദ്ധ കൊടുക്കേണ്ടത്. രാവിലെയും വൈകിട്ടും നല്ലോണം ബ്രഷ് ചെയ്യിപ്പിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഫുഡ് കയറിയിരുന്നിട്ട് പെർമനൻറ്റ് ഡെൻറ്റേഷനും കൂടെ കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ സമയത്ത് ബ്രഷിങ് കാലത്തും വൈകിട്ടും ഉറപ്പുവരുത്തുക.
പിന്നെ ഈ സമയത്ത് മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഫ്രണ്ടിലെ മുൻനിരയിലുള്ള പല്ലിൻ്റെ ഇടയിലായിട്ട് സ്പേസിങ് കാണപ്പെടും. അത് കണ്ടിട്ട് നിങ്ങൾ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിന് പോകേണ്ട കാര്യമില്ല. കാരണം അത് കോമ്പൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഒരു വിടവാണ്. അപ്പോൾ അത് കോമ്പൽ കറക്റ്റ് ഒക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് കോമ്പൽ ഇറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന വിടവ് മാറുന്നതായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മിക്സഡ് ഡെൻറ്റേഷൻ പീരിയഡിലും 6 മാസത്തിലൊരിക്കൽ ഡെൻ്റൽ വിസിറ്റ് ഉറപ്പുവരുത്തുക. അത് പല്ല് നമ്മൾ മിൽക്ക് ടൂത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. 6 മാസത്തിലൊരിക്കൽ ഡെൻറ്റിസ്റ്റ് വിസിറ്റ് ഉറപ്പുവരുത്തുക. അങ്ങനെയാണ് നമ്മൾ 3 വയസ്സൊക്കെ ആകുമ്പം 20 പല്ലൊക്കെ വന്നതിന് ശേഷം പിറ്റ് ആൻഡ് ഫിഷർ സീലൻ്റ് ആപ്ലിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേട് വരാതെ പല്ല് നമുക്ക് സംരക്ഷിച്ച് തന്നെ വെക്കാം. അപ്പം മിക്സഡ് ഡെൻറ്റേഷൻ പീരീഡും നല്ലോണം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുഞ്ഞുങ്ങളുടെ മനോഹരമായ ചിരി മായാതെ നമുക്ക് നിലനിർത്താം. പുതിയൊരു ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം.